ഇപ്പോൾ ആലപ്പുഴയിൽ മെയ്ഡ് ദ പ്രസിൽ കോടിയേരി ബാലകൃഷ്ണൻ സംസാരിക്കുകയാണ്. തടസ്സം. അടുക്കളയിൽ കയറി പരിശോധിക്കുന്ന സ്ഥിതി ഇന്നലെ പോലീസ് സ്വീകരിച്ചു. ഇത് അങ്ങേയറ്റം അപലപനീയവും പ്രതിഷേധാർഹവുമാണ്. ഡൽഹിയിൽ ബീഫ് നിരോധിച്ചിട്ടില്ല. മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന നിരവധി അറവുശാലകൾ ഡൽഹിയിലുണ്ട്. ഡൽഹിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടൽ ഉൾപ്പെടെയുള്ള നിരവധി ഹോട്ടലുകളിൽ ബീഫ് ലഭ്യമാണ്. ഡൽഹിയിലെ കേരള ഹൗസിലേക്ക് ബീഫ് കൊണ്ടുവരുന്നത് ഔദ്യോഗിക അറവുശാലകളിൽ നിന്നാണ്. കേരള ഹൗസിൽ അറവുശാല പ്രവർത്തിക്കുന്നില്ല എന്ന കാര്യം ഡൽഹി പോലീസിന് നന്നായി അറിയാവുന്നതുമാണ്. കേരള ഹൗസിൽ പശുമാംസം വിതരണം ചെയ്യുന്നു എന്ന പരാതി ലഭിച്ചാൽ കേരള ഹൗസിലെ റെസിഡൻസ് കമ്മീഷണറെ വിളിച്ച് ഇക്കാര്യം അന്വേഷിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു ഡൽഹി പോലീസ് ആദ്യം ചെയ്യേണ്ടിയിരുന്നത്. മാംസം ഏതെന്ന് തിരിച്ചറിയാൻ പോലീസിനെങ്ങനെ സാധിക്കും? ഇത് സാധിക്കുന്നത് ഭക്ഷ്യസുരക്ഷ നിലവാര പരിശോധനാ ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമേ ഏത് മാംസമാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയൂ. എന്നാൽ ഇന്നലെ ഡൽഹിയിൽ പരിശോധന നടത്തിയത് ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരല്ല, പോലീസാണ്. പൈശാചികമായ സ്ത്രീ പീഡനങ്ങൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ തലസ്ഥാന നഗരിയാണ് ഡൽഹി. അത്തരം സംഭവങ്ങൾ ഇടപെടാനോ തടയാനോ കഴിയാത്ത ഡൽഹി പോലീസാണ് ഏതോ ഒരാളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞ് കേരള ഹൗസിൽ അതിക്രമം കാണിച്ചത്. ഇത് RSS അജണ്ട നടപ്പാക്കിയതാണ്. ഡൽഹി പോലീസ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. രാജ്നാഥ് സിംഗ് ആണ് ഡൽഹി പോലീസിൻ്റെ മന്ത്രി. ഇന്നലെയുണ്ടായ സംഭവം കേരളത്തിൻ്റെ പരമാധികാരത്തിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ കൈകടത്തലാണ്. മലയാളികളുടെ ആത്മാഭിമാനത്തെ കളങ്കപ്പെടുത്തിയിരിക്കുകയാണ്. ഡൽഹിയിൽ എല്ലാ സംസ്ഥാന സർക്കാരുടെയും മിനി സെക്രട്ടേറിയറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. സമാനമായ സംഭവം ഇതുവരെ എവിടെയും നടന്നിട്ടില്ല. മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്തിൻ്റെ ഭവനിൽ, തമിഴ്നാട് ഭവനിലോ ആന്ധ്ര ഭവനിലോ കർണാടക ഭവനിലോ ആയി ഇങ്ങനൊരു സംഭവം നടന്നെങ്കിൽ ഇന്ന് എന്താകുമായിരുന്നു സ്ഥിതി? കേരള ഹൗസ് കേരളത്തിൻ്റെ പ്രതീകമായി പ്രവർത്തിക്കുന്നൊരു സ്ഥാപനത്തിൽ മുഖ്യമന്ത്രിയും ഗവർണറുമൊക്കെ പോയാൽ പ്രവർത്തിക്കേണ്ടത് ഡൽഹിയിൽ അവിടെ നിന്നാണ്. അവിടെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇതിനനുസരിച്ചുള്ളൊരു പ്രതികരണം അതാണ് കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഏതാനും മാസം മുമ്പ് ഡൽഹിയിൽ കേരള ഹൗസ് റെസിഡൻസ് കമ്മീഷണറായി ഗാനേഷ് കുമാർ ചുമതലയേറ്റെടുത്തപ്പോൾ അദ്ദേഹം അന്നവിടെ ബീഫ് താൽക്കാലികമായി നിർത്തിവെച്ചൊരു സംഭവം ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് വലിയ പ്രതിഷേധം ഉയർന്നു വന്നു. ആ പ്രതിഷേധത്തിനെ തുടർന്നാണ് കേരള ഹൗസിൽ ബീഫ് പുനഃസ്ഥാപിക്കപ്പെട്ടത്. RSS അജണ്ടയുടെ ചില ഉദ്യോഗസ്ഥന്മാർ ഡൽഹിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഡൽഹി പോലീസിൻ്റെ പരിശോധനയുടെ കാര്യം പറഞ്ഞ് ഇന്നലെ മുതൽ അവിടെ ബീഫ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഉമ്മൻചാണ്ടിയുടെ നേരിട്ട് കീഴിലുള്ള പൊതുഭരണ വകുപ്പിൻ്റെ കീഴിലുള്ള സ്ഥാപനമാണ് കേരള ഹൗസ്. അവിടെയാണ് ബീഫ് ഇന്നലെ നിരോധിച്ചിരിക്കുന്നത്. RSSൻ്റെ നയം ഉമ്മൻചാണ്ടി നടപ്പിലാക്കുകയാണ്. കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയോടൊരു ചോദ്യം ഞാൻ തന്നെ ചോദിച്ചിരുന്നു. അദ്ദേഹം ഇപ്പോൾ അത് ഓർക്കുന്നുണ്ടാവും. ബീഫ് നിരോധനത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ അഭിപ്രായം എന്താണ്? അന്ന് മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി ആ ചോദ്യം കേരള ഗവൺമെൻറ്റിനോട് അപ്രസക്തമാണ് എന്നാണ്. ഇന്ന് ആ ചോദ്യം പ്രസക്തമായിരിക്കുകയാണ് ഇന്നലത്തെ സംഭവത്തോടുകൂടി. മുഖ്യമന്ത്രിയുടെ നേരിട്ട് കീഴിലുള്ള ഒരു സ്ഥാപനത്തിനകത്താണ് ഇന്നലെ ബീഫ് നിരോധിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്.
ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി പറഞ്ഞത് ഡൽഹി പോലീസ് ഒരു സംയമനം പാലിക്കേണ്ടതായിരുന്നു എന്നാണ്. ഇങ്ങനെയാണോ ഒരു മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടാകുന്നത് പ്രതിഷേധം? മലയാളികളുടെ ആത്മാഭിമാനത്തെ മുറിയേൽപ്പിച്ചൊരു സംഭവമാണ് കേരള ഹൗസിൽ കയറി നടത്തിയിട്ടുള്ള അതിക്രമം. ഇന്നലെ വൈകിട്ട് നടന്ന സംഭവത്തിൽ മുഖ്യമന്ത്രി പ്രതികരിച്ചത് തന്നെ 12 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. പറഞ്ഞ കാര്യമാണെങ്കിലോ ഇത് അത്ര വലിയ വിഷയമാക്കേണ്ട കാര്യമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇത് മുഖ്യമന്ത്രി RSSനെ വെള്ളപൂശാൻ വേണ്ടിയാണ് ഇത് അത്ര വലിയ വിഷയമാക്കേണ്ട എന്നൊരു നിലപാടെടുത്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെടണം, പ്രധാനമന്ത്രിയെ നേരിൽ കാണണം. കേരളത്തിൻ്റെ പ്രതിഷേധം അടിയന്തരമായി പ്രധാനമന്ത്രി അറിയിക്കണം. ഇത് കേരളത്തിൻ്റെ പരമാധികാരത്തിൽ കൈകടത്തലാണ്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പരമാധികാരത്തിൽ കൈകടത്താൻ ഒരു ശക്തിയെയും അനുവദിക്കാൻ പാടില്ല. കേരളത്തിൻ്റെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കുന്നൊരു മുഖ്യമന്ത്രിയായി ഉമ്മൻചാണ്ടി പ്രവർത്തിക്കണം. ഡൽഹിയിലെ കേരള ഹൗസിൽ ക്യാൻറ്റീനിൽ എന്ത് ഭക്ഷണം വിളമ്പണമെന്ന് തീരുമാനിക്കേണ്ടത് RSS ആണോ? ഡൽഹി പോലീസാണോ തീരുമാനിക്കേണ്ടത്? കേരള ഹൗസിൻ്റെ ചാർജുള്ള ചില ഹിന്ദുത്വ അജണ്ട നടപ്പാക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണോ ഈ നടപ്പാക്കേണ്ടത്? RSSൻ്റെ അജണ്ടയ്ക്ക് മുഖ്യമന്ത്രി കുഴലൂത്ത് നടത്താൻ പാടില്ല. പ്രധാനമന്ത്രിയെ പ്രതിഷേധം അറിയിക്കുന്നതോടൊപ്പം ആ ഡൽഹി കേരള ഹൗസിൽ ബീഫ് വിതരണം പുനഃസ്ഥാപിക്കാൻ ഉള്ള അടിയന്തര നടപടി മുഖ്യമന്ത്രി സ്വീകരിക്കണം. RSSൻ്റെ അജണ്ടയ്ക്ക് കീഴ്പ്പെട്ട് ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ഇവിടെ മതേതരത്വം എവിടെയാണ് സംരക്ഷിക്കപ്പെടാൻ കഴിയുക? ഈ പ്രശ്നത്തിൽ ഉള്ള ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. കേരളമാകെ ഈ നിലപാടിൻ്റെ കൂടെ ഇപ്പോൾ കിട്ടിയത് റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ മുഖ്യമന്ത്രി ഒരു കത്തയക്കാൻ തീരുമാനിച്ചു എന്നുണ്ടാണ്. ഇത് കത്തിൽ നിർത്തേണ്ട പ്രശ്നമല്ല. മുഖ്യമന്ത്രി നേരിട്ട് പ്രധാനമന്ത്രിയെ പോയിട്ട് കാണണം, എന്നിട്ട് ഇതിലെ പ്രതിഷേധം അറിയിക്കണം. എങ്കിൽ മാത്രമേ ഗൗരവം മനസ്സിലാവൂ. ഇപ്പോൾ ഇലക്ഷനാണൊക്കെ ശരി തന്നെ. ഇലക്ഷനാണെങ്കിൽ ഇന്ന് പോയിട്ട് മുഖ്യമന്ത്രിക്ക് നാളെ തിരിച്ചെത്താം. അതുകൊണ്ട് കേരളത്തിൻ്റെ 3.5 കോടി മലയാളികളുടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കുന്നൊരു മുഖ്യമന്ത്രിയായി അദ്ദേഹം പ്രവർത്തിക്കാൻ തയ്യാറാവണം. മറ്റൊരു സംഭവം ഇവിടെ സൂചിപ്പിക്കാനുള്ളത്, ഇന്നലെ തൃശ്ശൂരിൽ കോടതിയിൽ ചന്ദ്രബോസ് വധക്കേസിൽ പ്രധാനപ്പെട്ട സാക്ഷി കൂറുമാറിയിരിക്കുകയാണ്, അനൂപ്. ഇത് പ്രോസിക്യൂഷനും കൊലയാളി സംഘവും ഒത്തുകളിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. ചന്ദ്രബോസ് വധക്കേസിലെ പ്രതി വിവാദ പുരുഷനായിട്ടുള്ള നിസാമാണ്. കോടിക്കണക്കിന് ഉറുപ്പികയാണ് ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടി ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ ആക്ഷേപമുണ്ടായിരുന്നു, ഇതിൽ ഉന്നതന്മാരിടപെട്ട് ആ കേസിൻ്റെ അന്വേഷണം അട്ടിമറിക്കുന്ന നേരത്തെ ആക്ഷേപമുണ്ടായിരുന്നു. ഇപ്പോൾ കോടതിയിൽ കേസ് എത്തിയപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷി തന്നെ കൂറുമാറിയിരിക്കുകയാണ്. ഇത് പ്രോസിക്യൂഷൻ്റെ വീഴ്ചയാണ്, കേരള പോലീസിൻ്റെ വീഴ്ചയാണ്. ഇതാ കേസ് അട്ടിമറിക്കുന്നതിന് ഗവൺമെൻറ് കൂട്ടുനിൽക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ഇപ്പം എല്ലാ കാര്യങ്ങളും ഏകദേശം വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. UDFും BJPയും കേരളത്തിലെ നിരവധി പഞ്ചായത്തുകളിൽ ഇപ്പോൾ സഖ്യമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. BJP, SNDP, UDF സഖ്യമാണ്. കേരളത്തിലെ 118 പഞ്ചായത്തുകളിൽ ഇങ്ങനെയുള്ള സഖ്യം ഇപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിൽ തന്നെ 8 പഞ്ചായത്തുകളിൽ ഇങ്ങനെയുള്ള സഖ്യം വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇത്തരമൊരു അവിശുദ്ധമായ കൂട്ടുകെട്ട് ഉണ്ടാക്കി ഇടതുപക്ഷം തോൽപ്പിക്കാനുള്ള ഈ വിരുദ്ധ ശക്തികളുടെ ശ്രമം ഈ തെരഞ്ഞെടുപ്പിൽ വിലപ്പോവുകയില്ല. അതിനെ അതിജീവിച്ചുകൊണ്ട് ഇടതുപക്ഷ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടുമെന്നതാണ് ഞങ്ങൾക്കുള്ള ആത്മവിശ്വാസം. ഇത്രയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്.
അല്ല, ഇന്നലെ മാറ്റി പറഞ്ഞതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അത് തന്നെ മതിയല്ലോ. ഇന്നലെ അത് മാറ്റി പറഞ്ഞത് ഇന്ന് മറ്റൊരു തരത്തിൽ പറഞ്ഞ ആ സാക്ഷി ഇനി കോടതിയുടെ മുമ്പിൽ എങ്ങനെയാണ് കണക്കാക്കപ്പെടാൻ പോകുന്നത്? അല്ല, അത് ആസൂത്രിതമായ ഒരു ശ്രമം നടക്കുന്നത് മനസ്സിലാക്കി ഈ നിസാമിൻ്റെ ബന്ധുക്കൾക്ക് സ്വാധീനിക്കാൻ കഴിയാത്ത വിധത്തിൽ ആ സാക്ഷിയെ എന്തുകൊണ്ട് ഇവരുടെ കസ്റ്റഡിയിലാക്കാൻ സാധിച്ചില്ല? അങ്ങനെയല്ലേ പോലീസ് കേസ് തെളിയിക്കുക, അതല്ലേ പ്രോസിക്യൂഷൻ. ആര്? അല്ല, എസ് എൻ ഡി പി ഇത്തവണ പ്രഖ്യാപിച്ചിരിക്കുന്നത് അവർ ബി ജെ പിയുമായിട്ട് യോജിക്കുന്നുള്ളതല്ലേ. അപ്പോൾ ബി ജെ പിയും എസ് എൻ ഡി പി യോഗവും തമ്മിലാണ് ഇത്തവണ മുന്നണി എന്ന് അവർ നേരത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള മുന്നണികളാണ് പല സ്ഥലത്തും ഉണ്ടാക്കാൻ അവർ ശ്രമിക്കുന്നത്. സി പി എമ്മിനകത്ത് പ്രവർത്തിക്കുന്ന കൂട്ടത്തിൽ എസ് എൻ ഡി പിയുമായിട്ട് ബന്ധപ്പെടുന്നവരുണ്ടാകാം, എൻ എസ് എസുമായിട്ട് ബന്ധപ്പെടുന്നവരുണ്ടാകാം, കെ പി എം എസുമായിട്ട് ബന്ധപ്പെടുന്നവരുണ്ടാകാം. ഇങ്ങനെയുള്ള വ്യത്യസ്ത സമുദായ മതവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടവർ സി പി എമ്മിനകത്തുണ്ട്. അങ്ങനെയുള്ളവർ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥികളായിട്ടുണ്ടാകുമെന്നുള്ളതിൽ കവിഞ്ഞ് ഇത്തരത്തിലുള്ള സംഘടനകളുമായി യോജിച്ചുകൊണ്ടുള്ള ഒരു മത്സരവും ഒരു സ്ഥലത്തും ഞങ്ങൾ നടത്തുന്നില്ല. അല്ല, ഞങ്ങൾ നേരത്തെ തന്നെ ഇങ്ങനെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ ഇവിടെ എസ് ആർ പി രൂപീകരിച്ചിരുന്നു, എസ് എൻ ഡി പി യോഗം. ആ എസ് ആർ പിയുമായിട്ട് ഞങ്ങൾ സഹകരിച്ചിട്ടില്ല. എൻ എസ് എസ് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിരുന്നു, എൻ ഡി പി, അവരുമായിട്ട് ഞങ്ങൾ സഹകരിച്ചിട്ടില്ല. അല്ല, ഞങ്ങളുടെ ജാതി മത സംഘടനകളുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ട് സി പി എം ഇതിനു മുമ്പ് കേരളത്തിൽ ഉണ്ടാക്കിയിട്ടില്ല. അത് എസ് ആർ പി രാഷ്ട്രീയ പാർട്ടി ആയിരുന്നില്ലേ? എസ് എൻ ഡി പി ഉണ്ടാക്കിയ രാഷ്ട്രീയ പാർട്ടി ആയിരുന്നു എസ് ആർ പി. യഥാർത്ഥത്തിൽ എസ് എൻ ഡി പി എന്നുള്ള നിലയിൽ മത്സരിക്കാൻ അവരുടെ ഭരണഘടന തന്നെ അനുവദിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എസ് എൻ ഡി പി എന്ന് പറഞ്ഞിട്ട് മത്സരിക്കാൻ പറ്റുമോ? ഇവിടെ ചില സ്ഥലത്ത് എസ് എൻ ഡി പി കോൺഗ്രസ് മുന്നണി എന്ന് പറഞ്ഞിട്ട് നോട്ടീസിന് ഇറക്കിയതായിട്ട് കാണുന്നുണ്ട്. യു ഡി എഫ്, എസ് എൻ ഡി പി, ബി ജെ പി മുന്നണി എന്ന് പറഞ്ഞിട്ട്. അതൊക്കെ സാധാരണഗതിയിൽ എസ് എൻ ഡി പിക്ക് ഭരണഘടന അനുവദനീയമാണോ എന്നുള്ള കാര്യം തന്നെ സംശയമാണ്. ഇല്ല, ഞങ്ങൾ ഒരു സമുദായ സംഘടന ഉണ്ടാക്കിയ പാർട്ടിയുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടില്ല. അല്ല, ഐ എൻ എൽ ഞങ്ങളുമായിട്ട് ഇപ്പോഴും സഹകരിക്കുന്നുണ്ട്. ഐ എൻ എൽ ഈ തെരഞ്ഞെടുപ്പിൽ പ്രാദേശികമായിട്ട് ഞങ്ങളുമായിട്ട് സഹകരിച്ചിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഐ എൻ എല്ലിനെ അങ്ങനത്തെ ഒരു പാർട്ടിയായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നില്ല. ഇന്ത്യൻ നാഷണൽ ലീഗാണ് ഐ എൻ എൽ എന്ന് പറഞ്ഞാൽ, മുസ്ലിം ലീഗ് അല്ല ഐ എൻ എൽ. അല്ല, ഐ എൻ എല്ലിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ആക്ഷേപം ഇതുവരെ വന്നിട്ടില്ല. മുസ്ലിം രാഷ്ട്രം വേണം എന്നൊരു മുദ്രാവാക്യം ഐ എൻ എൽ ഇതുവരെ മുന്നോട്ട് വെച്ചിട്ടില്ല. എസ് എൻ ഡി പി നേതൃത്വം അല്ല ഇത്, വെള്ളാപ്പള്ളി നടേശൻ പറയുന്നില്ലേ ഇത്. അദ്ദേഹമാണല്ലോ ജമ്മു കാശ്മീരിൽ പി ഡി പിയുമായിട്ടാണ് ബി ജെ പിക്ക് കൂട്ടുകെട്ട്. മുസ്ലിം മതമൗലികവാദ പാർട്ടിയായിട്ടുള്ള പി ഡി പിയുമായിട്ട് ബി ജെ പി കൂട്ടുകെട്ടുണ്ടാക്കിയിരിക്കുകയാണ് ജമ്മു കാശ്മീരിൽ. അതെന്താ വെള്ളാപ്പള്ളി നടേശൻ പറയാത്തത്? ഇന്ന് പിന്നെ വളരെ കൂടുതൽ ഞങ്ങളോട് പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ് നേരത്തെ പ്രസ് മീറ്റ് വേണ്ടാന്ന് വെച്ചത്. അതൊക്കെ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞതാണ്. എല്ലാ ദിവസവും ഇതേ ചോദ്യമായിട്ട് നിങ്ങൾ നടക്കണ്ട. ഇനി അടുത്ത ഇലക്ഷൻ വരുന്ന അസംബ്ലി ഇലക്ഷൻ വരുമ്പോൾ അന്നേരത്ത് ചോദിച്ചോ, അന്നേരത്ത് പറയുക. അതുവരെ ഇതിന് അവധി കൊടുക്ക്. ശരി.
ശാശ്വതികാനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഹൈക്കോടതി നടത്തിയിട്ടുള്ള നിരീക്ഷണം വളരെ ഗൗരവമുള്ളതാണ്. ശാശ്വതികാനന്ദ മരണപ്പെട്ടത് 2002 AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ്. അന്ന് തന്നെ ഇത് സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങൾ മരണവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. പിന്നീട് LDF ഗവൺമെൻറ് വന്ന സന്ദർഭത്തിൽ ആ അന്വേഷണം തൃപ്തികരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് പരാതി അന്ന് ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ എനിക്ക് തന്നെ ലഭിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് ലഭ്യമായ വിവരങ്ങളെല്ലാം അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം എന്നുള്ള ഉത്തരവും കൊടുക്കുകയും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുകയും ചെയ്തതാണ്. എന്നാൽ ആ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൻ്റെ ഘട്ടത്തിൽ ഉയർന്നു വരാത്ത കുറേയധികം പുതിയ പ്രശ്നങ്ങളും വിവരങ്ങളുമാണ് ഇപ്പം പുറത്തു വന്നിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടുന്നൊരു കേസായിട്ട് ഇപ്പോൾ അത് മാറിയിരിക്കുകയാണ്. ഗവൺമെൻറ് ഇന്നലെ കോടതിയിൽ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ അനുകൂലമായ നിലപാടല്ല സ്വീകരിച്ചത്. പുറത്ത് ആഭ്യന്തരമന്ത്രി പറയുന്നത് ഞങ്ങൾ അന്വേഷണം വേണമെങ്കിൽ നടത്താമെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് വിരുദ്ധമായ നിലപാടാണ് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഇന്നലെ കോടതിയിൽ സ്വീകരിച്ച സമീപനം. അതുകൊണ്ടാണ് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന് അസഫ് അലിക്ക് കോടതി ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ സാധിച്ചില്ല. യഥാർത്ഥത്തിൽ അസഫ് അലി അഡ്വക്കേറ്റ് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അദ്ദേഹത്തിന് ലഭ്യമായ വിവരങ്ങൾ കോടതിയിൽ മുമ്പിൽ സമർപ്പിച്ചപ്പോൾ കോടതി നിരാകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ശാശ്വതികാനന്ദ ഇങ്ങനെ നീന്തലറിയാവുന്ന ഒരാൾ എങ്ങനെ മരണപ്പെട്ടു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ അനിവാര്യമായി തീർന്നിരിക്കുകയാണ്. അതിനുള്ള ഉത്തരവ് കോടതി പറയുന്നവരെ കാത്തിരിക്കാതെ ഗവൺമെൻറ് തന്നെ അതിന് ഉത്തരവ് പുറപ്പെടുവിക്കുകയാണ് വേണ്ടത്. അതെ, അന്ന് അത് സംബന്ധിച്ച് ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ വേണ്ടി ആവശ്യപ്പെട്ടു. ആ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ സന്ദർഭത്തിൽ അന്ന് പുറത്തു വരാത്ത വിവരം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഒരു പുതിയൊരു വിവരം വന്നാൽ ഏതൊരു കേസും ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്താം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ വേണമെന്നുള്ള ആവശ്യം ഉയർന്നു വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ വിഷയം സംബന്ധിച്ച് പ്രകാശാനന്ദ ശിവഗിരി മഠം ഇപ്പം പറഞ്ഞിരിക്കുകയാണ് അന്വേഷണം വേണം. അങ്ങനൊരു നിലപാട് നേരത്തെ എടുത്തിട്ടില്ല. ഇപ്പോൾ അന്ന് പ്രശ്നങ്ങൾ ഉന്നയിക്കാത്ത ധാരാളം ആളുകൾ ഇപ്പോൾ പ്രശ്നങ്ങൾ ഉന്നയിച്ച് പുറത്തു വന്നിട്ടുണ്ട്. പുതിയ വിവരങ്ങളും അവർ പറയുന്നുണ്ട്. ഇപ്പോൾ പുറത്തു വന്ന കുറേ കാര്യങ്ങൾ അന്ന് പുറത്തു വരാത്ത കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ടാണ് ഈ സന്ദർഭത്തിലൊരു അന്വേഷണം അനിവാര്യമായി തീർന്നിരിക്കുകയാണ്. ഒരു തുടരന്വേഷണം വേണം. മാർപ്പൗവത്തിലിനെ പോലത്തെ ഒരാളുകൾ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് എപ്പോഴും പറയുന്ന നല്ല കാര്യം പറയില്ലല്ലോ. മാർപ്പൗവത്തിലാണ് പറഞ്ഞത് എന്ന് കണക്കിലെടുത്താൽ മതി. മറ്റ് കമൻറ്റ് ഇപ്പം അതിനെപ്പറ്റി നടത്തുന്നത് ശരിയല്ല. നമ്മുടെ ഈ തദ്ദേശ 2015 പരിപാടിക്ക് നന്ദി പറയുന്നതിനായി ട്രഷറർ രഞ്ജിത്ത് രാമേന്ദ്രൻ. ആലപ്പുഴയിൽ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച തദ്ദേശം 2015 എന്ന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. അദ്ദേഹം നിരവധി കാര്യങ്ങളിൽ പ്രതികരണം അറിയിക്കുകയുണ്ടായി. ദില്ലിയിൽ ബീഫ് നിരോധിച്ചിട്ടില്ല, പശുവിറച്ചി ആണോ അവിടെ വിറ്റത് എന്ന് എങ്ങനെ പോലീസ് കണ്ടെത്തും? അത് പരിശോധിക്കേണ്ടത് ഭക്ഷ്യ സുരക്ഷാ വകുപ്പാണ്. സ്ത്രീകൾക്കെതിരായ അതിക്രമം പോലും തടയാൻ ബുദ്ധിമുട്ടുന്ന പോലീസാണ് ആരുടെയോ പരാതി കേട്ട് കേരള ഹൗസിലേക്ക് ഇരച്ചു കയറിയത്. കേരളത്തിൻ്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് ദില്ലി പോലീസിൻ്റെ നടപടി. ഇതുവരെ മറ്റൊരു സംസ്ഥാനത്തിൻ്റെ സ്ഥാപനത്തിന് നേരെയും ഇത്തരമൊരു നടപടി ഉണ്ടായിട്ടില്ല. കേരള ഹൗസിൽ നടപ്പാക്കിയത് RSS അജണ്ടയാണ്. അതേസമയം ഇത് ചെറിയൊരു വിഷയം മാത്രമാണെന്ന മുഖ്യമന്ത്രിയുടെ പ്രതികരണം ശരിയായില്ല. അത് RSSനെ വെള്ള പൂശാനുള്ള രീതിയായി പോയി. മുഖ്യമന്ത്രി RSS അജണ്ടയ്ക്ക് വെള്ള പൂശുന്നു. അദ്ദേഹം പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ട ഈ വിഷയത്തിലുള്ള പ്രതികരണം അല്ലെങ്കിൽ ഈ വിഷയത്തിലുള്ള പ്രതിഷേധം അറിയിക്കണം. കത്തയച്ചിട്ട് കാര്യമില്ല. ഒപ്പം തന്നെ അങ്ങനെ വിവിധ ബീഫ് വിതരണം കേരള ഹൗസിൽ പുനഃസ്ഥാപിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുകയുണ്ടായി.